ലാംഗ്വേജ് എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിങ്ങിൽ മൊഡ്യൂൾ 1 എക്സ്പ്ലനേഷൻ ടോപ്പിക്സ് ആൻഡ് എക്സ്പ്ലനേഷനാണ് ഈ ഓഡിയോയ്ക്കകത്തുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 1 എഡിറ്റിങ്ങിൻ്റെ ഡെഫിനിഷനും ടൈപ്സ് ഓഫ് എഡിറ്റിങ്ങും പിന്നെ എന്താണ് പ്രൂഫ് റീഡിങ്, സോഫ്റ്റ്വെയർ ടൂൾസ്, ടൈപ്സ് ഓഫ് എഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ഓതർ ആരാണ്, എഡിറ്റർ ആരാണ്, പബ്ലിഷർ ആരാണ്, കോപ്പി റൈറ്റ് ലോസ് എന്താണ്, ലീഗൽ ഇഷ്യൂസ് റിഗാർഡിംഗ് ദിസ് ആൻഡ് ഓൾസോ എഡിറ്റിംഗ് ടൂൾസ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ്. നമ്മൾ ഇത്രയും ടേംസ് ആണ് നമ്മൾ മൊഡ്യൂൾ 1 നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എഡിറ്റിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് റിട്ടൺ മെറ്റീരിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ പബ്ലിക്കേഷൻ. പക്ഷേ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ബൈ കറക്റ്റിംഗ്, ബൈ റിവൈസിങ് ആൻഡ് ഇംപ്രൂവിങ് ഇറ്റ്. മാറ്റങ്ങളൊക്കെ വരുത്തി, ചേഞ്ചസ് ഒക്കെ വരുത്തി അതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വിടുന്ന ഒരു റിട്ടൺ മെറ്റീരിയലിനെയാണ് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത്, ആ ഒരു പ്രോസസ്സിനെ. അപ്പോൾ ഈ എഡിറ്റിംഗ് എന്നുള്ള പ്രോസസ്സിനകത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ് ആയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, ആൻഡ് ഓൾസോ ഒരു ഒരു കണക്ഷൻ അല്ലെങ്കിൽ കൊഹിറൻസ് വേണം. അതായത് എഡിറ്റിംഗ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം ഓഡിയൻസുമായിട്ട് അല്ലെങ്കിൽ റീഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വേണം. എഡിറ്റിംഗ് ആ ഒരു നമ്മൾ എന്താണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ റീഡബിലിറ്റി കൂട്ടുകയും അതുപോലെ തന്നെ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ആംബിഗ്വിറ്റീസ് റിമൂവ് ചെയ്യുകയും വേണം. ഇപ്പോൾ ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് മാറ്റണം, ഗ്രാമറിൻ്റെ ഇഷ്യൂസ്, പങ്ക്ച്വേഷൻ്റെ ഇഷ്യൂസ്, സ്ട്രക്ചറിൻ്റെ ഇഷ്യൂസ് എല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോകണം. എഡിറ്റേഴ്സ് എന്ത് ചെയ്യും? പോർഷൻസ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ റീഓർഗനൈസ് ചെയ്യും അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യും. എന്നാലേ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ. ഇനി ടെക്നിക്കലായിട്ടുള്ള രീതിയിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എഡിറ്റേഴ്സിന് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ റൈറ്റിങ്ങുമായിട്ട് ഡിഫറെൻ്റ് ആണ്. എഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമ്പ്രൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ റിഫൈൻ ചെയ്യുന്നു. അതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഡോക്യുമെൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്റിംഗ് പ്രോസസ്സിലെ അലൈൻ ചെയ്ത് ആരാണോ ഇത് വായിക്കാൻ പോകുന്നത്, ആരാണോ ഇതിൻ്റെ ഓഡിയൻസ്, ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ നീഡ്സിനനുസരിച്ചാക്കി മാറ്റുന്നു. അപ്പോൾ എഡിറ്റിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഫാക്ട് ചെക്കിംഗ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ടോണ്, ആ സ്റ്റൈല്, ഇതെല്ലാം കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കുകയും വേണം. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ മൾട്ടിമീഡിയ ആൻഡ് ഓൾസോ ലേ ഔട്ട് കൺസേൺസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിനകത്ത് അതുപോലെ തന്നെ എഡിറ്റേഴ്സിന് കുറേ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. പ്ലേജറിസം, അതായത് കോപ്പി ചെയ്യുന്നത് ആവശ്യമില്ലാത്ത അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്താണ് ഇവർ എഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഒരു കാര്യം നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഗൽ ആൻഡ് കോപ്പിറൈറ്റ് നോംസും നമ്മൾ അതെന്ത് ചെയ്യണം? നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ അക്കാഡമിക്കലായിരിക്കും ആണെങ്കിലും ജേർണലിസ്റ്റിക് ആണെങ്കിലും പബ്ലിഷിംഗ് ഫീൽഡിലാണെങ്കിലും എഡിറ്റിംഗ് എന്ന് പറയുന്നതിന് ഒരു ക്രൂഷ്യൽ റോളാണ് ഉള്ളത്. ആൻഡ് ഓൾസോ റൈറ്ററിൻ്റെ ഇൻറ്റൻഷനും റീഡറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതങ്ങ് നികത്തുക എന്നുള്ളതാണ് എഡിറ്റിങ്ങിൻ്റെ. അതായത് അതിനകത്ത് വേറൊരു പ്രശ്നവും വരരുത്. നികത്തുക എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു പ്രശ്നവും വരാത്ത രീതിയിലാക്കി എടുക്കുക എന്നുള്ളതാണ് എഡിറ്ററിൻ്റെ അല്ലെങ്കിൽ എഡിറ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സ്കോപ്പ് ഓഫ് എഡിറ്റിംഗ് ആണ്. സ്കോപ്പ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫ്രം ഓൾ സ്റ്റേജസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അതായത് ഫ്രം ഡ്രാഫ്റ്റ് തൊട്ട് പബ്ലിക്കേഷൻ, അതാണ് ഈ സ്കോപ്പ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഡ്രാഫ്റ്റ് തൊട്ട് ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നതാണ്. സ്ട്രക്ചറലാണെങ്കിലും സ്റ്റൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും ടെക്നിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എഡിറ്റിംഗ് വരും. അപ്പോൾ ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ് ആണെങ്കിലും വെബ് കോണ്ടന്റ് ആണെങ്കിലും ഓൺലൈൻ കോണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. എഡിറ്റിംഗ് എന്ന് പറയുന്നത് വേണം. അക്കാഡമിക്കലാണെങ്കിലും സയൻറ്റിഫിക് ആണെങ്കിലും ടെക്നിക്കൽ കോണ്ടന്റ് ആണെങ്കിലും എഡിറ്റിംഗ് പ്രോസസ്സ് വേണം. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡിജിറ്റൽ പബ്ലിഷിംഗ് ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ മൾട്ടിമീഡിയ കോണ്ടന്റ് വെച്ചിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ വീഡിയോസ് മാത്രമാണ് ഇറക്കുന്നതെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്? എഡിറ്റിംഗ് പ്രോസസ്സ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ എഡിറ്റിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൾട്ടിമീഡിയ കണ്ടന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിജിറ്റലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ക്രിപ്റ്റിംഗ് വേണം, സബ് ടൈറ്റിലിംഗ് വേണം, അതിനൊരു ട്രാൻസ്ക്രിപ്ഷൻ വേണം, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, മീഡിയയിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പിന്നെന്താണ്? ഫിലിം, TV, തിയേറ്റർ, ഇതിനകത്തെല്ലാം ഏത് പ്രോസസ്സ് വരും? എഡിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് വരും. അപ്പം ഡൈവേഴ്സ് ഓഡിയൻസിന് ആക്സസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും എഡിറ്റിങ്ങിൻ്റെ ഒരു സ്കോപ്പ് തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് എഡിറ്റിംഗ് ആണ്. ആദ്യത്തത് ഡോക്യുമെൻ്റൽ എഡിറ്റിംഗ് ആണ്, ഡെവലപ്മെൻ്റൽ എഡിറ്റിംഗ് ആണ്. ഡെവലപ്മെൻ്റൽ എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കോണ്ടന്റിനെ എന്ത് ചെയ്യും? റീസ്ട്രക്ചർ ചെയ്യും, അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കും ഒരു ഹയർ ലെവലിൽ. കോപ്പി എഡിറ്റിംഗ് ആണ് അടുത്തത്. കോപ്പി എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഗ്രാമറിനെ, സിൻറ്റാക്സിനെ ക്ലാരിറ്റി ഉണ്ടാക്കുക, അതിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. ലൈൻ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ
സ്റ്റൈല്, ടോണ്, സെൻറ്റൻസ് ലെവല്, അതിൻ്റെ ആ ഒരു ഫ്ലോ, ഇതെല്ലാം കറക്റ്റ് ചെയ്തെടുക്കുക. പ്രൂഫ് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറർ ചെക്ക് ചെയ്യുകയാണ്. ഫൈനൽ എറർ ചെക്കിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്, ബിഫോർ പ്രിൻറ്റിംഗ് ഓർ പബ്ലിഷിംഗ്. സബ്സ്റ്റാൻഡേറ്റീവ് എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡീപ്പായിട്ട് അതിനെ റീസ്ട്രക്ചർ ചെയ്ത് റീറൈറ്റ് ചെയ്യും. ടെക്നിക്കൽ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ്, ഒരു സയൻറ്റിഫിക് അല്ലെങ്കിൽ ടെക്നിക്കൽ മെറ്റീരിയലിന് ആക്യുറസി ഉണ്ടാക്കിയെടുക്കുക, അതാണ് ടെക്നിക്കൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഫാക്ട് ചെക്കിംഗ് എന്ന് വെച്ചാൽ എന്താ? തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വാലിഡ് ആണോ, അതിന് കറക്റ്റ് ആയിട്ടുള്ള റെഫറൻസസ് ആണോ ഉള്ളത്, അത് ഫാക്റ്റ് ആണോ ഫിക്ഷൻ ആണോ എന്നുള്ളത് നോക്കുക. സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഫിലിം അല്ലെങ്കിൽ TV അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാംസിന് വേണ്ടിയുള്ളതിനെയാണ് സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. വെബ് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഓൺലൈൻ കോണ്ടന്റിനെ നമ്മൾ ഫോർമാറ്റ് ചെയ്തെടുക്കുന്നതാണ് വെബ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ നോൺ നേറ്റീവ് റൈറ്റേഴ്സ് ഒക്കെ കാണുമല്ലോ. ഇപ്പോൾ ഒരാൾ മലയാളത്തിൽ എഴുതി അത് ഇംഗ്ലീഷിലോട്ട് ആക്കുവാണെങ്കിലോ എന്തെങ്കിലും ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ ആ വർക്കിനകത്ത് വരുവാണെന്നുണ്ടെങ്കിലോ അതാണ് നമ്മൾ ലാംഗ്വേജ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എസ്പെഷ്യലി നോൺ നേറ്റീവ് റൈറ്റേഴ്സിൻ്റെ അതിനകത്താണ് അത് വരുന്നത്. ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? പിന്നെ ഡിസൈൻ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ലേ ഔട്ട്, ഫോണ്ട്, ഇമേജസ്, ഇതാണ് ഡിസൈൻ എഡിറ്റിംഗ് വരുന്നത്. ലീഗൽ എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ അല്ലെങ്കിൽ ലീഗൽ ടെർമിനോളജി വരുവാണെന്നുണ്ടെങ്കിൽ, നിയമത്തിനെക്കുറിച്ചോ നിയമവശങ്ങളെക്കുറിച്ചോ എങ്കിലും എന്തെങ്കിലും ബുക്കിനകത്തോ എന്തെങ്കിലും കാര്യത്തിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന വർക്കിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണോ അല്ലയോ നോക്കുന്നതാണ് ലീഗൽ എഡിറ്റിംഗ്. കോണ്ടന്റ് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രക്ചറിനെയും സ്റ്റൈലിസ്റ്റിക്കായ വർക്കിൻ്റെ സ്റ്റൈലിനെയും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നോക്കുകയാണ് കോണ്ടന്റ് എഡിറ്റിംഗ്. അക്കാഡമിക് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? റെഫറൻസ്, നമ്മുടെ ആ ടോൺ എന്ന് പറയുന്നത് ഫോർമൽ ടോൺ ആണോ അല്ലയോ, അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞു പോയേക്കുന്നു, അതൊക്കെയാണ് നോക്കുന്നത്. ലാസ്റ്റ് സെൻസിറ്റിവിറ്റി എഡിറ്റിംഗ് എന്ന് പറഞ്ഞും കൂടെ ഒരെണ്ണമുണ്ട്. സെൻസിറ്റിവിറ്റി എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ ആൻഡ് സോഷ്യൽ അവയർനെസ് അതായത് ഈ ഒരു സാധനം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സൊസൈറ്റി എങ്ങനെ ബാധിക്കുന്നു, കൾച്ചറിനെ എങ്ങനെ ബാധിക്കുന്നു, ഇതൊക്കെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ, സെൻസിറ്റീവ്, അതാണ് അതിന് എന്തെന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റൽ എഡിറ്റിംഗ് ആണ് ടോപ്പിക്ക്. ഡെവലപ്മെൻറ്റൽ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് റൈറ്റിംഗിലാണ് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഐഡിയാസിനെ ഓർഗനൈസ് ചെയ്യുന്നു, സ്ട്രക്ചറിനെ ഓവറോൾ ആയിട്ട് മാറ്റുന്നു, എന്തെങ്കിലും എൻ്റെ സെക്ഷൻ റിമൂവ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുന്നു, ആർഗ്യുമെൻറ്റ്സിനെ അല്ലെങ്കിൽ നറേഷനെ എന്ത് ചെയ്യുന്നു, ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഇത് നോവൽസിന്, റിസർച്ച് പേപ്പേഴ്സിന്, റിപ്പോർട്ട് റൈറ്റിങ്ങിനൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ എഡിറ്റിംഗ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക്, ലോജിക് ഉണ്ടോ, ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, ഓഡിയൻസിന് എൻഗേജിങ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എഡിറ്റിംഗ് പ്രോസസ്സിലൂടെ കൺവേ ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ്, ഈ ക്യാരക്ടേഴ്സിനോ അല്ലെങ്കിൽ പ്ലോട്ടിന്, ഇപ്പോൾ നോവലൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സിനോ അല്ലെങ്കിൽ പ്ലോട്ടിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിന് വരെ സജഷൻ ഡെവലപ്മെൻറ്റൽ എഡിറ്റിങ്ങിൽ പറ്റും. ടോണും തീമും എല്ലാം കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കും. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കറക്റ്റ് ഓർഡറിനാണോ അല്ലെങ്കിൽ അതിനെ റീഓർഡർ ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ പോലെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഡെവലപ്മെൻറ്റൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കോപ്പി എഡിറ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമർ, പങ്ക്ച്വേഷൻ, സ്പെല്ലിംഗ് നോക്കുന്നു, സിൻടാക്സ് നോക്കുന്നു, ഫ്രേസസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു, പേര്, ഫാക്റ്റ്, നമ്പേഴ്സ് ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു, ഫോർമാറ്റിംഗ് അതായത് ഹെഡ്ലൈൻസ്, പിന്നെ ഹെഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ സബ് ഹെഡിങ്സ് കൊടുക്കുന്ന കറക്റ്റ് ആണോ, നമ്പർ ഇടുന്ന കറക്റ്റ് ആണോ, അപ്പോൾ അഥവാ നമ്മൾ ബുള്ളറ്റിൻ പോയിന്റ്സ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ്സ് അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക, ക്ലാരിറ്റി ഉണ്ടോ, സ്മൂത്തായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ, ടെൻസ് കറക്റ്റ് ആണോ, വോയിസ് ഒക്കെ അതായത് ആക്റ്റീവ് ആണോ പാസീവ് വോയിസ് ആണോ അതൊക്കെ നോക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സൈറ്റേഷൻസ് ഒക്കെ കറക്റ്റ് ഫോർമാറ്റിലാണോ. സൈറ്റേഷൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബുക്കിൽ നിന്ന് ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതാൻ പോകുന്ന ബുക്ക് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ബുക്കിനകത്ത് അങ്ങ് ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരു ബുക്കിൽ നിന്ന് എടുത്തതല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ മറ്റൊരു ബുക്കിൻ്റെ പേരും അതിൻ്റെ ഓതറിൻ്റെ പേരോ അല്ലെങ്കിൽ പേജ് നമ്പറോ ഒക്കെ നമ്മളൊന്ന് കാണിക്കണം. അതിനെയാണ് നമ്മൾ സൈറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബ്രാക്കറ്റിലെങ്ങാണോ ഇട്ടൊന്ന് കാണിക്കണം, അതാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഓതറിനെ നമ്മൾ അക്നോളജ് ചെയ്ത് അഡ്രസ്സ് ചെയ്ത് നമ്മളിവിടെ കാണിക്കണം. എവിടെ നിന്ന്, നമ്മുടെ ഓൺ സെൻറ്റൻസ് അല്ലല്ലോ ഇത്. അപ്പോൾ നമ്മൾ വേറൊരു ബുക്കിൽ നിന്ന് ഇത് ബോറോ ചെയ്തെടുത്തെയാണ് നമ്മുടെ കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ, നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് കാണിക്കാൻ ഒരു എവിഡൻസ് പോലെ വേറൊരാളുടെ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള സെൻറ്റൻസസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് പ്രോപ്പർലി സൈറ്റ് ദി ഓതേഴ്സ് നെയിം അല്ലെങ്കിൽ ദ ബുക്സ് നെയിം അല്ലെങ്കിൽ പേജ് നമ്പർ, അറ്റ്ലീസ്റ്റ് പേജ് നമ്പർ ഓഫ് ദ ബുക്ക്. ഓക്കെ, അപ്പോൾ അതാണ് സൈറ്റേഷൻ. അപ്പോൾ അത് കറക്റ്റ് ആണോ നോക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത ഷേക്സ്പിയറിൻ്റെ ഒരു ബുക്കിൽ നിന്നൊരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഷേക്സ്പിയറിൻ്റെ പേര് തന്നെ ആ ലൈനിൻ്റെ അവസാനം ബ്രാക്കറ്റിൽ എഴുതണം, അല്ലാതെ ഞാൻ വേറെ റൈറ്റേഴ്സിൻ്റെ പേര് എഴുതി വെക്കരുത്. അപ്പം സൈറ്റേഷൻ കറക്റ്റ് ആണോ നോക്കുക. അതുപോലെ തന്നെ എന്താ പറഞ്ഞേക്കുന്നത്,
ഈ ലോക്കൽ വേർഡ്സ്, സ്ലാങ് വേർഡ്സ് ഒന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. പിന്നെ ക്രോസ് റെഫറൻസസ്, ഫുട് നോട്ട്സ്, അതായത് ഇപ്പം ഒരു ടേം, ഇപ്പം ഒരു പാരഗ്രാഫിനകത്ത് അറിഞ്ഞുകൂടാത്തൊരു ടേം പറഞ്ഞു, അതിൻ്റെ തൊട്ട് താഴെ ആ പാരഗ്രാഫിൻ്റെ താഴെ അല്ലെങ്കിൽ ആ പേജിൻ്റെ താഴെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഫുട് നോട്ട് എന്ന് പറയുന്നത്. ആ ഒരു പേജിൻ്റെ താഴെ ഉള്ളതിനെയാണ് നമ്മൾ ഫുട് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫുട് നോട്ടൊക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവത്തില്ല. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടൻസ് വരുവാണെന്നുണ്ടെങ്കിൽ, ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റുക. വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വലിയ വലിയ വേർഡ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ സിമ്പിളാക്കി എഴുതുക. പിന്നെന്താണ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമ്മളിത് ജേർണലിസ്റ്റിക് അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിങ്ങിലാണ് കോപ്പി എഡിറ്റിംഗ് വരുന്നത്. അടുത്തത് പ്രൂഫ് റീഡിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഫോർ പബ്ലിക്കേഷൻ അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ടൈപ്പോഗ്രഫിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ, ഫോർമാറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, പിന്നെന്താണ് പ്രോപ്പർ പങ്ക്ച്വേഷൻ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ലേ ഔട്ട്, പേജ് നമ്പർ അതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. പിന്നെന്താണ്, നമ്മൾ പ്രീവിയസ്ലി എഡിറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടെ നോക്കുക. ഹെഡറും ഫൂട്ടറും കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കുക. പിന്നെന്താണ്, ടേബിള്, ഫിഗേഴ്സ്, ക്യാപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ റിവ്യൂ ചെയ്യുക. എക്സ്ട്രാ സ്പേസോ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പേസിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക. പ്രോപ്പർ അലൈൻമെൻറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക, സ്പേസിംഗ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെന്താണ്, ഇതിനെയൊക്കെ മുന്നേ നമ്മളൊരു ഇൻഡെക്സ് പേജ് എന്ന് പറഞ്ഞ് കാണിക്കത്തില്ലേ, ടേബിൾ ഓഫ് കോണ്ടൻസ്, അതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ടേബിൾ ഓഫ് കോണ്ടൻസും അതിനകത്ത് കൊടുത്തിരിക്കുന്ന പേജ് നമ്പറും കറക്റ്റ് ആണോ എന്ന് അലൈൻ ചെയ്ത് കിടക്കുവാണെന്ന് നോക്കുക നമ്മൾ. ഓക്കെ. പിന്നെ ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലിങ്കുകളൊക്കെ കൊടുക്കുമല്ലോ ബ്രാക്കറ്റിലൊക്കെ നീല കളറിൽ. അപ്പോൾ ആ ലിങ്ക് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഓവറോൾ അപ്പിയറൻസ് നല്ലതാണോ എന്ന് നോക്കുക. റീറൈറ്റിംഗ് വരരുത് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ കൂടുതലായിട്ട്. അപ്പോൾ അത് നാണക്കേട് ഒഴിവാക്കുന്നതിന് മുന്നേ അത് നാണക്കേട് ഒഴിവാക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ പ്രൂഫ് റീഡിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓൺ സ്ക്രീൻ കോപ്പി എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് പെർഫോം ഡയറക്ട്ലി ഓൺ ഡിജിറ്റൽ ഫയൽസ്, അതാണ് ഓൺ സ്ക്രീൻ കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ഡയറക്റ്റായിട്ട് ഡിജിറ്റൽ ഫയൽസിൽ നമ്മൾ എഡിറ്റിംഗ് പെർഫോം ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ എഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓൺ സ്ക്രീൻ കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് വേർഡിൽ അല്ലെങ്കിൽ PDF-ലൊക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത്. അപ്പം മിക്കവാറും നമ്മൾ MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിലാണ് നമ്മൾ ചേഞ്ചസ് കോമൺലി, ഈ എഡിറ്റിംഗ് പ്രോസസ്സ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിങ്ങിനും അതുപോലെ തന്നെ സ്റ്റൈൽ ചേഞ്ചസിനും ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെംപ്ലേറ്റ്സിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ഇത് അലോ ചെയ്യുന്നുണ്ട്. പ്രിൻറ്റിങ്ങിനെ, അതായത് അപ്പോൾ തന്നെ നമ്മൾ ഈ ഓൺ സ്ക്രീൻ കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പ്രിൻറ്റിങ്ങും കാര്യങ്ങളും ഒന്നും വരുന്നില്ലല്ലോ. നമ്മൾ പേപ്പറിലോട്ട് പ്രിൻ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, സ്ക്രീനിൽ തന്നെ എഡിറ്റ് ചെയ്തങ്ങ് കയറ്റുവാണല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പ്രിൻറ്റിങ്ങിനെ അത് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻവയോൺമെൻറ്റിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അത് കുറയുന്നു. അതായത് എൻവയോൺമെൻറ്റിൽ എങ്ങനെ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, നമ്മൾ പേപ്പേഴ്സും നമ്മുടെ ബുക്സും ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പേപ്പറുകൾ നമ്മൾ എഡിറ്റിംഗ് ചെയ്ത് വേസ്റ്റ് ആക്കുന്നതിന് പകരം നമ്മൾ സ്ക്രീനിലങ്ങ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റലായിട്ട് നമ്മളങ്ങ് എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അത് ഇല്ല. ഓക്കെ. ആൻഡ് ഓൾസോ ഈ പ്രൂഫ് റീഡിംഗ് ടെക്നിക്കിനെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ഈസിയറാക്കി മാറ്റുന്നുണ്ട് ഈ ഓൺ സ്ക്രീൻ കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഡിവൈസസിൽ അത് ആക്സസബിൾ ആണ്. അപ്പോൾ അതിന് നമ്മൾ ബാക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോ സേവ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മോഡേൺ പബ്ലിഷിങ്ങിലാണ് ഇതൊക്കെ പ്രിഫർ ചെയ്യുന്നത്, ഈ ഒരു ഓൺ സ്ക്രീൻ കോപ്പി എഡിറ്റിംഗ് എന്നുള്ള ടെക്നിക്ക്. ഇനി അടുത്തതെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ടൂൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ടൂൾസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് നമുക്ക് പറ്റും. മോസ്റ്റ് കോമൺലി യൂസ് ഫോർ എഡിറ്റിംഗ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് പറ്റുന്നുണ്ട് നമുക്ക്. അഡോബ് ആക്രോബാറ്റിനകത്ത് നമ്മൾ PDF മാർക്കപ്പിനും പ്രൂഫിങ്ങിനും വേണ്ടി നമ്മൾ അഡോബ് ആക്രോബാറ്റ് യൂസ് ചെയ്യാം. ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞ ഗൂഗിൾ ഡോക്യുമെൻറ്റിൻ്റെ അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഗ്രാമേർലി എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അത് ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്സിന് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് grammarly.com. അതുപോലെ തന്നെ ഹെമിംഗ്വേ എഡിറ്റർ എന്ന് പറഞ്ഞ് ക്ലാരിറ്റിക്ക് വേണ്ടിയും റീഡബിലിറ്റിക്ക് വേണ്ടിയും നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പാരഗ്രാഫിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ പ്രോ റൈറ്റിംഗ് എയ്ഡ് എന്നും പറഞ്ഞ് ഒരു ഓൾ ഇൻ വൺ റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് ടൂളുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ ലാറ്റക്സ്, അതായത് അക്കാഡമിക് ആൻഡ് സയൻറ്റിഫിക് റൈറ്റിങ്ങിന്. പിന്നെ ക്വിൽ ബോട്ട് എന്നും പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളൊരെണ്ണം കൂടെ ഉണ്ട്. അത് പാരഫ്രൈസ് ചെയ്യാനും വൊക്കാബുലറി എൻഹാൻസ് ചെയ്യാനും നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവത്തിനെ നമുക്ക് വേറെ രീതിയിൽ റീഫ്രേസ് ചെയ്യാനും, ഫ്രേസസ് വേറെ യൂസ് ചെയ്യാനും, വേർഡ്സ് വേറെ യൂസ് ചെയ്യാനും, സിംപ്ലർ സെൻറ്റൻസ് വേണോ കോംപ്ലക്സ് സെൻറ്റൻസിലാക്കാനും, ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും ഒക്കെ മാറ്റാൻ പറ്റുന്നതാണ് ഈ ക്വിൽ ബോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് നോട്ട് അല്ലെങ്കിൽ സൊട്ടേറോ.
അത് ഈ സൈറ്റേഷനും ബിബ്ലിയോഗ്രഫിക്കും വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഈ ബിബ്ലിയോഗ്രഫിയോ സൈറ്റേഷനൊക്കെ നമ്മൾ താഴെ, അതായത് ബിബ്ലിയോഗ്രഫി പേജിൽ നമ്മളിങ്ങനെ എഴുതണമല്ലോ. അപ്പം അതിനൊക്കെ ഓരോ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ ഫോർമാറ്റിൽ നമുക്ക് ചെയ്തു തരുന്നതാണ് ഈ എൻഡ് നോട്ട് അല്ലെങ്കിൽ സൊട്ടേറോ എന്ന് പറയുന്നത്. പിന്നെ ഓപ്പൺ ഓഫീസ് എന്നും പറഞ്ഞ് മൈക്രോസോഫ്റ്റ് ഓഫീസിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു ഇതും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ChatGPT ആണ് ഇപ്പോഴത്തത്. അത് റീറൈറ്റിങ്ങിന് വേണ്ടി നല്ല ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി എഡിറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചുള്ള ഓവർവ്യൂ ആണ് പറയുന്നത്. മാനുസ്ക്രിപ്റ്റ് അതായത് ഇത് എഡിറ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓതർ മാനുസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു എഡിറ്റിങ്ങിന് വേണ്ടി. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഡെവലപ്മെൻറ്റൽ എഡിറ്റിംഗ് ആണ്. സ്ട്രക്ചറും കണ്ടൻറ്റും ഒക്കെ നമ്മൾ നോക്കുന്നു, അസസ് ചെയ്യുന്നു. അതിനുശേഷം കോപ്പി എഡിറ്റിംഗ് ചെയ്യുന്നു, ലാംഗ്വേജ്, ഗ്രാമർ, സ്റ്റൈലൊക്കെ മാറ്റുന്നു. പിന്നെ ലൈൻ എഡിറ്റിംഗ് ചെയ്യുന്നു, അതായത് ടോണും സെൻറ്റൻസ് ലെവൽ ക്ലാരിറ്റി ഒക്കെ നോക്കുന്നു. ഓഥർ റിവ്യൂ ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് റൈറ്റർ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇത്രയും സജഷൻസും ക്വയറീസും ഒക്കെ കൊടുത്തതിന് റെസ്പോണ്ട് ചെയ്യുന്നു. പിന്നെ ഫാക്ട് ചെക്കിംഗ് ആണ്, അതായത് കറക്റ്റ് ആണോ, ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ടോ, ആക്യുറേറ്റ് ആണോ, ആക്യുറസി ഉണ്ടോ, പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമാറ്റിംഗ് ആൻഡ് ലേ ഔട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അത് ആ സ്റ്റൈൽ ഗൈഡിനനുസരിച്ചാണോ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുന്നു. പിന്നെ പ്രൂഫ് റീഡിംഗ് ആണ്, അത് ഫൈനൽ ചെക്കാണ് എറേഴ്സിന് വേണ്ടിയുള്ള. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെർമിഷൻസും ലീഗൽ ചെക്സും കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇമേജ്, ചാർട്ട്, ടേബിൾസ്, റെഫറൻസസ് ഒക്കെ വെരിഫൈഡ് ആണോ, പേജ് സെറ്റിംഗ്, ടൈപ്പോഗ്രഫിക്കൽ എറേഴ്സ് ഒക്കെ മാറ്റിയോ, പിന്നെ എഡിറ്ററിൽ നിന്ന് ഫൈനൽ അപ്രൂവൽ കിട്ടിയോ, അത് ഓതർ അക്സെപ്റ്റ് ചെയ്തോ എന്നുള്ള കാര്യം. പിന്നെ പ്രിൻ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ പബ്ലിഷിംഗ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് എഡിറ്റേഴ്സ് നമ്മൾ നേരത്തെ നോക്കി. ഏതാണ്? ഡെവലപ്മെൻറ്റൽ എഡിറ്റർ ഉണ്ട്, കോപ്പി എഡിറ്റർ ഉണ്ട്, ലൈൻ എഡിറ്റർ ഉണ്ട്, പ്രൂഫ് എഡിറ്റർ ഉണ്ട്, പ്രൂഫ് റീഡർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യമേ നോക്കിയതാണ്. നമ്മൾ ടൈപ്സ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയതാണ് ഈ സംഭവങ്ങളെല്ലാം. അതുതന്നെയാണ് ടൈപ്സ് ഓഫ് എഡിറ്ററിനകത്തും എന്താ പറയുന്നത്, ടൈപ്സ് ഓഫ് എഡിറ്റേഴ്സിനകത്ത് നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ ഓതറും എഡിറ്ററും പബ്ലിഷറും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എന്താണെന്ന് ചോദിക്കാം. ഓതർ എന്ന് പറയുന്ന ആൾ ആരാണ്? അയാളുടെ കോണ്ടന്റ് അയാൾ ക്രിയേറ്റ് ചെയ്യുന്നു, അയാളുടെ ക്രിയേറ്റിവിറ്റിക്കും എക്സ്പെർട്ടീസിനും അനുസരിച്ച്. എഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓതർ ചെയ്തു വെച്ചേക്കുന്ന കാര്യത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തുന്ന ആളാണ് എഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ക്ലാരിറ്റി, സ്ട്രക്ചർ, സ്റ്റൈല്, മീനിങ് ചേഞ്ച് ചെയ്യാതെ ഈ വക കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്ന ആളാണ് എഡിറ്റർ എന്ന് പറയുന്നത്. പബ്ലിഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്ററും ഓതറും ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം കറക്റ്റ് ആക്കിയിട്ട് അയാൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. അപ്പം എഡിറ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓതേഴ്സിൻ്റെ അടുത്ത് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സജഷൻസും ക്വയറീസും ഒക്കെയാണ്. ഓതേഴ്സിന് അത് അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. എഡിറ്റർ വരുത്തുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്. പബ്ലിഷറും എഡിറ്റർ എന്ന് പറയുന്നത് ചെയ്യുന്നത് എന്താണ്? ആ ഒരു സ്റ്റൈലും കോണ്ടന്റ് സ്യൂട്ടബിലിറ്റിയൊക്കെ ഡിസൈഡ് ചെയ്യുന്ന പബ്ലിഷറും എഡിറ്ററും കൂടിയാണ്. പിന്നെ കോൺട്രാക്ട്സും ടൈം ലൈൻസും ഒക്കെ കാണും. അതായത് ഇന്ന ബുക്ക് പിന്നെ പബ്ലിഷ് ചെയ്യുന്നതിനുള്ള കോൺട്രാക്ട് ഇന്ന കാലാവധി വരെ കാണും. എഡിറ്റേഴ്സാണ് ഓതേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യിക്കുന്നത്. ഇന്ന ഓഡിയൻസ് ആണ് ഈ ബുക്ക് വായിക്കുന്നത്, സോ ഇന്ന മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതും എഡിറ്റേഴ്സാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എഡിറ്റേഴ്സ് ഓതേഴ്സിനെ ആ വഴി ഹെൽപ്പും ചെയ്യുന്നുണ്ട്. പബ്ലിഷേഴ്സ് എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ആ ഒരു ഫിറ്റ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണെങ്കിൽ ആവശ്യമില്ലാത്ത മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഓതേഴ്സ് എഡിറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയാണ്. പബ്ലിഷേഴ്സാണ് ലീഗൽ ക്ലിയറൻസ്, ബഡ്ജറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എഡിറ്റേഴ്സാണ് ഓതേഴ്സിനും പബ്ലിഷേഴ്സിനും ഇടയിൽ നിൽക്കുന്ന മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ 3 പേരും തമ്മിലൊരു സക്സസീവ് ആയിട്ടുള്ളൊരു കൊളാബറേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കറക്റ്റ് പ്രൊഫഷണലായിട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി കോപ്പിറൈറ്റ് ലോസ് ആണ്. കോപ്പിറൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ഒറിജിനൽ ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്സ്. അതായത് ഇപ്പം ഞാനൊരു പോം എഴുതി എന്നിട്ട് അത് വേറൊരാൾ അയാളുടെ പേര് വെച്ചിട്ട് അങ്ങ് എഴുതി കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? കോപ്പിറൈറ്റ് കൊടുക്കും. ഇപ്പോൾ കോപ്പിറൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ എഴുതിയ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ എഴുതിയ വർക്കിനൊരു ലീഗൽ പ്രൊട്ടക്ഷനാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും. ഇപ്പോൾ ഈ ഓതർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് റൂൾസ് ഹോൾഡ് ചെയ്യുക, അയാൾ തീരുമാനിക്കാം. വേണമെങ്കിൽ അയാളുടെ ആ ഒരു 2 ലൈൻ വേറൊരാൾ ഉപയോഗിക്കാമെന്ന് അയാൾ തീരുമാനിച്ചാൽ കുഴപ്പമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം. ഇന്ത്യയിൽ കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുന്നത് 1957 അത് മറന്നു പോകരുത്. ഓതറിൻ്റെ മരണശേഷം 60 വർഷം വരെ കോപ്പിറൈറ്റ് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബുക്സ്, ആർട്ടിക്കിൾസ്, മ്യൂസിക്, ആർട്ട്, ഫിലിം, സോഫ്റ്റ്വെയർ ഇതിലെല്ലാം കോപ്പിറൈറ്റ്സ് വരുന്നതാണ്. പിന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കോപ്പിയിങ്, അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കോപ്പിറൈറ്റ്സ് കൊണ്ടുവന്നത്. അതായത് ഇപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ബുക്ക് ആരെങ്കിലും ഒരാൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, PDF വഴിയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് വഴിയോ ഒക്കെ അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ എന്താണ്
കോപ്പി ചെയ്തെടുക്കുന്നു. പിന്നെ അല്ലെങ്കിൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇളയരാജയുടെ സോങ്സൊക്കെ ഇളയരാജ അറിയാതെ ചില സിനിമകളിലൊക്കെ എടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി കേസ് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഈ കോപ്പി റൈറ്റ്സിൻ്റെ ഇതിനകത്ത് വരുന്നതാണ്. ഇനി അടുത്ത് അപ്പോൾ ഇതിങ്ങനെ കോപ്പി റൈറ്റ്സ് വരും. കോപ്പി റൈറ്റ് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നല്ല ഫെയർ ആയിട്ടായിരിക്കും അത് യൂസ് ചെയ്യുന്ന ആളുകൾ. എഡ്യൂക്കേഷന് വേണ്ടിയോ അല്ലെങ്കിൽ കമൻറ്റ് അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് വളരെ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ പ്ലേജറിസോ അല്ലെങ്കിൽ കോപ്പി റൈറ്റ് വയലേഷൻ ഇല്ല എന്ന് എൻഷുർ ചെയ്യേണ്ടത്. അതായത് ഒരു കോപ്പിറൈറ്റ് കണ്ടൻറ്റിനെ നമ്മൾ വീണ്ടും പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ എടുത്തിരിക്കണം. അപ്പോൾ കോപ്പിറൈറ്റ് അസൈൻമെൻറ്റ് എന്ന് വെച്ചാൽ അത് ലീഗലി അത് ഡോക്യുമെൻറ്റഡ് ആണെന്നാണ് അതിൻ്റെ ഒരു വെപ്പെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് അക്നോളജ്മെൻറ്റ്സ് എന്നാണ്. അക്നോളജ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷനാണ് നമ്മുടെ ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് ഓഫ് ഇതിൽ ഓഥേഴ്സ് കോൺട്രിബ്യൂട്ടേഴ്സിനെ താങ്ക് ചെയ്യുന്നു. അത് മെൻറ്റേഴ്സ് ആവാം, എഡിറ്റേഴ്സ് ആവാം, ഫാമിലി ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. നമ്മളിപ്പോൾ ഒരു ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രിഫസിനകത്ത് ഇങ്ങനെ പറയും, ഐ താങ്ക് മൈ ഫാമിലി, മൈ ഫ്രണ്ട്സ്, മൈ വൈഫ്, മൈ ചിൽഡ്രൻ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഫണ്ട് ചെയ്യുന്ന, നമുക്കിപ്പോൾ പൈസ തന്ന്, അതായത് നമ്മളിപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരും ആയിക്കോട്ടെ, അയാളുടെ പേര് നമുക്ക് അക്നോളജ്മെൻ്റ് ആയിട്ട് വെക്കാം, നന്ദി സൂചകമായിട്ട് വെക്കാം. അപ്പോൾ അത് ആ ഒരു ഓണസ്റ്റിയാണ് അത് കാണിക്കുന്നത്. അത് അക്കാഡമിക് ആൻഡ് ലിറ്റററി വർക്ക്സിലും എസ്പെഷ്യലി നോവൽസിലൊക്കെ അത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ അക്നോളജ്മെൻറ്റ്സിനകത്ത് വെക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇത് ലീഗലി ബൈൻഡിങ് അല്ല, പക്ഷെ അത് എത്തിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ ഒരാളെ അയാളുടെ നോവൽ എഴുതാൻ പ്രേരിപ്പിച്ചത് ഇന്ന ആളുകളാണ്, ഇന്ന ആളുകളൊക്കെ സഹായിച്ചു, ഇന്ന ആളുകൾ ഫണ്ട് ചെയ്തു എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ എത്തിക്കലി എന്താണ്, അതൊരു ഇച്ചിരി ഒന്ന് ഇതാക്കി മാറ്റുന്ന ഒരു കാര്യമാണല്ലേ ആ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ നമ്മൾ കോപ്പി റൈറ്റ് ഹോൾഡർ, ഇപ്പോൾ കണ്ടൻറ്റ് റീയൂസ് ചെയ്യണം, വേറൊരാൾ എഴുതിയ വർക്ക് നമ്മൾ വീണ്ടും നമ്മുടെ വർക്കിനകത്ത് ഇത് റീയൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കോപ്പി റൈറ്റ് ഹോൾഡേഴ്സിൻ്റെ ആ മെൻഷനും ആ കാര്യവും നമ്മൾ മെൻഷൻ ചെയ്യാം. അക്നോളജ്മെൻറ്റിനകത്ത് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഇന്ന ബുക്കിൽ നിന്നൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഇന്ന ആളുകൾ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ളത് പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഫെലോഷിപ്പ്, ഗ്രാൻഡ്, അതായത് ഈ ഒരു വർക്ക് എഴുതാൻ വേണ്ടി എന്തെങ്കിലും പൈസ എവിടെ നിന്നെങ്കിലും ഫെലോഷിപ്പോ അല്ലെങ്കിൽ സ്കോളർഷിപ്പോ പോലുള്ള പൈസകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഈ യൂഷ്വലി സൈറ്റ് ചെയ്യുന്ന അക്നോളജ്മെൻറ്റിലായിരിക്കും. പിന്നെ പേഴ്സണൽ ടോണിൽ നമുക്കിത് എഴുതാം. ഞാൻ പറഞ്ഞില്ല, ഫാമിലിയെ, ഫ്രണ്ട്സിനെ, വൈഫിനെയൊക്കെ സപ്പോർട്ട് ചെയ്തു അവർക്കൊക്കെ നന്ദി പറയുന്നതും അക്നോളജ്മെൻറ്റ്സിനകത്ത് പറയാം. പിന്നെ ഈ കോൺട്രിബ്യൂഷൻ, അതായത് അവരിപ്പോൾ ചെയ്ത വർക്കിന് ഒരാൾ സഹായിച്ചിട്ടില്ല, അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പേരൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രോപ്പർ അക്നോളജ്മെൻറ്റ് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗുഡ് വില്ലിനെ, നമ്മുടെ ഒരു എത്തിക്സിനെ, നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഇനി ലീഗൽ ഇഷ്യൂസ് ഇൻ എഡിറ്റിംഗ് എന്തൊക്കെയാണ്? എഡിറ്റിംഗ് പ്രോസസ്സിൽ ലീഗൽ ഇഷ്യൂസ് ഏതൊക്കെയാണ്? എഡിറ്റേഴ്സ് പ്ലേജറിസം അവോയ്ഡ് ചെയ്യുക, കോപ്പിറൈറ്റ് വയലേഷൻസ് നടത്താതിരിക്കുക. പിന്നെ ഈ കുറച്ച് ഡിഫമേറ്ററി ആയിട്ടുള്ള ആളുകളെ അങ്ങ് ചീത്ത വിളിച്ചും അല്ലെങ്കിൽ അങ്ങ് ഇന്ന ആളെ അങ്ങ് അതപ്പതിച്ചുള്ള രീതിയിൽ എഴുതുന്ന, അതായത് മസ്റ്റ് നോട്ട് പബ്ലിഷ് ഡിഫമേറ്ററി കണ്ടന്റ്. ഇനി കോഡ്സോ ഇമേജസോ ഡേറ്റയോ എടുക്കുകയാണെങ്കിൽ പെർമിഷൻസ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരാളുടെ വർക്കിൽ നിന്ന് എന്ത് കാര്യം എടുത്താലും അയാളുടെ പേരോ സൈറ്റേഷനോ അവിടെ വെച്ചിരിക്കണം. പിന്നെ കോൺട്രാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യരുത് അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്യരുത്, കാരണം അതിന് ലീഗൽ കോൺസിക്വൻസസ് ഉണ്ട്. പിന്നെ ആ കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ ഒരു ഓഥർ വിശ്വസിച്ച് എഡിറ്റിംഗ് ചെയ്യാൻ തരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക, അതല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് അത് പുറത്ത് പോകരുത്. അപ്പോൾ പ്രൈവസിയും കൺസെൻറ്റും എല്ലാം കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. എസ്പെഷ്യലി നോൺ ഫിക്ഷണൽ വർക്ക്സ് ആണെന്നുണ്ടെങ്കിൽ, നോവൽസ് അല്ലാതുള്ള വർക്ക്സ് ഉണ്ടല്ലോ, അതൊക്കെയാണെങ്കിൽ ആക്യുറസി ഉണ്ടായിരിക്കുക റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ. ഈ ഇൻഡിവിജ്വൽസിനെയോ ഇവൻസിനെയോ ഒന്നും നമ്മൾ മിസ്റെപ്രസെൻറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ സറ്റേറിക്കൽ കണ്ടൻറ്റോ സെൻസിറ്റീവ് കണ്ടൻറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്ലൈമേഴ്സ് ആഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഈ കോമഡി ഷോസിൻ്റെയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഡിസ്ക്ലൈമർ കാണത്തില്ല, ഇത് മനഃപൂർവ്വമായിട്ട് ആരെയും അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും അല്ല, തികച്ചും യാദൃശ്ചികം മാത്രമാണ് ഇതിനകത്ത് ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കളിയാക്കിക്കൊണ്ടോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഡിസ്ക്ലൈമർ ഫ്രണ്ടിൽ വെക്കുക. ഡിസ്ക്ലൈമേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെഗുലേറ്ററി ക്ലിയറൻസ് വേണം. അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ ആധികാരികമായ ഒരു ബുക്കും എഴുതുകയെന്ന് വിചാരിച്ചോ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കണ്ടന്റ്, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കോണ്ടന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ബുക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു റെഗുലേറ്ററി ക്ലിയറൻസ് വേണം. പിന്നെ
ഫാക്റ്റ് ചെക്കിങ് എന്തായാലും നമ്മൾ ചെയ്തിരിക്കുക. പിന്നെ ലീഗൽ കൗൺസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാം. ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടൻറ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീഗൽ കൗൺസിൽ അല്ലെങ്കിൽ ലീഗൽ ഹെൽപ്പ് നമുക്ക് നേടാം. ഇനി ഇൻട്രൊഡക്ഷൻ ടു എഡിറ്റിംഗ് ടൂൾസ് ആണ്. ഇപ്പോൾ ടൂൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രം വേർഡ് പ്രോസസ്സർ തൊട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അസിസ്റ്റഡ് പ്ലാറ്റ്ഫോംസ് വരെ ഉണ്ട് നമുക്ക് എഡിറ്റിംഗ് ടൂൾസ് ആയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു MS വേർഡിനകത്തൊരു എഡിറ്റിംഗ് ടൂളുണ്ട്, അതാണ് ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഗൂഗിൾ ഡോക്സിനകത്ത് എന്താണ് നമ്മൾ റിയൽ ടൈമായിട്ട് നമുക്ക് അതിനകത്ത് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാം. grammarly.com അതുപോലെ ഹെമിംഗ്വേ പോലുള്ള സൈറ്റ് വഴി നമുക്ക് ക്ലാരിറ്റിയും ഗ്രാമറും മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വിൽ ബോട്ട്, ChatGPT ഒക്കെ റീറൈറ്റിംഗ് അല്ലെങ്കിൽ സജഷൻസ് നൽകുന്ന ആപ്പുകളാണ്. പിന്നെ അഡോബ് വരുന്നുണ്ട്. ലാറ്റക്സ് ആണ് അക്കാഡമിക് അല്ലെങ്കിൽ സയൻറ്റിഫിക് പബ്ലിഷിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റേഷൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി സൊട്ടേറോ എന്നുള്ള ഇത് നോക്കാം നമുക്ക്. പിന്നെന്താണ്, സ്റ്റൈൽ മാനുവൽസ് ഉണ്ട് നമുക്ക്. അതായത് ഒരു ഫോർമാറ്റിംഗ് പോലെ കാണും ഒരു ബുക്കോ അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് ഓഫ് ആർട്ട് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫോർമാറ്റ് കാണും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെയുള്ള സ്റ്റൈൽ മാനുവൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈറ്റുകൾ അവൈലബിൾ ആണ്, ടൂൾസ് അവൈലബിൾ ആണ്. പ്ലേജറിസം ചെക്ക് ചെയ്യുന്ന ടൂൾസും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇനി മൾട്ടി ലിംഗ്വൽ എഡിറ്റിംഗ് പോലും അതുപോലെ തന്നെ ട്രാൻസ്ലേഷന് പോലും ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഗൂഗിളിൽ തന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ്റെ ഒരുപാട് ഇത് കിട്ടും. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഇൻ ഹൗസ് സ്റ്റൈൽ. ഈ ഇൻ ഹൗസ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഒരു പബ്ലിക്കേഷൻ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈനെയാണ് നമ്മൾ ഇൻ ഹൗസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു പബ്ലിക്കേഷൻ കമ്പനിയോ എന്തെങ്കിലും ഒരു ഇത് തുടങ്ങുവാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് കാണും. അതായിരിക്കും ഞാൻ അവിടെ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള എൻ്റെ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ ഹൗസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഗ്രാമർ, പങ്ക്ച്വേഷൻ, ടോൺ പോലെയുള്ള കാര്യങ്ങൾ വരും. എക്സാമ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ UK ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പെല്ലിങ്സും പങ്ക്ച്വേഷൻ മാർക്സും ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. US ഇംഗ്ലീഷ്, അതായത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോർമാറ്റിങ്ങും കാര്യങ്ങളും പങ്ക്ച്വേഷൻസും ഒക്കെ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻ ഹൗസ് സ്റ്റൈൽ അല്ലെങ്കിൽ ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ട്, അതായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഇനി ടൈറ്റിൽസിൻ്റെ കാര്യമാണെങ്കിലും സബ് ഹെഡിങ്സിൻ്റെ കാര്യമാണെങ്കിലും ക്യാപ്ഷൻസിൻ്റെ കാര്യമാണെങ്കിലും അതിനും എന്താണ് ഓരോ സ്റ്റൈലുകളുണ്ട് അല്ലേ. ഇപ്പോൾ കൊട്ടേഷൻ ആണെങ്കിലും സൈറ്റേഷൻസ് നടത്തുവാണെങ്കിലും നമ്പേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിലും അതുമെല്ലാം ഇതിനകത്ത് വരുന്നതാണ്, ഇൻ ഹൗസ് സ്റ്റൈലിനകത്ത് വരുന്നതാണ്. ഇനി ബ്രാൻഡ് നെയിംസ്, ട്രേഡ് മാർക്ക്, പ്രോഡക്റ്റ് നെയിംസ്, അതിനെല്ലാം ഓരോ സ്പെസിഫൈ ചെയ്ത് ഓരോ രീതിയിലായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതും എല്ലാം ഈ ഇൻ ഹൗസ് സ്റ്റൈലിനകത്ത് വരുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. അപ്പോൾ അവർ ആ ഗൈഡ് ലൈൻസിനനുസരിച്ച് അത് ഫോളോ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ UK ഇംഗ്ലീഷാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മളെല്ലാം മിക്സ് ആയിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയാണെങ്കിലും അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ കുറേ ടേംസും കുറേ പ്രൊനൗൺസിയേഷൻ ഇത് ചാനൽസൊക്കെ നമുക്ക് തന്നെ കാണാൻ സാധിക്കുമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ UK ഇംഗ്ലീഷാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വേർഡ്സും സ്പെല്ലിങ്സും അതൊക്കെയാണ് നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ച് വരുന്നത് അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഓരോ പ്രോസസ്സിനും. അതാണ് ഈ ഇൻ ഹൗസ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇൻ ഹൗസ് സ്റ്റൈൽ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ എഡിറ്റേഴ്സ് ഉണ്ട്. ഒരു വർക്ക് തന്നെ ഒരു 3-4 പേര് ഒരുമിച്ചിരുന്ന് അങ്ങ് എഡിറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അതിനുവേണ്ടി കോമൺ ആയിട്ടുള്ള സ്റ്റൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാനും എഡിറ്റിംഗ് പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മൊഡ്യൂൾ 1 വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്.